കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് ഈ വാക്ക് കേൾക്കുമ്പോഴേ പലർക്കും ഒരു ടെൻഷനാണല്ലേ. പക്ഷേ കയ്യിലൊരു നല്ല പ്ലേ ബുക്ക് ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളിയെ ഒരു വലിയ അവസരമാക്കി മാറ്റാൻ പറ്റും. അപ്പോ ഒരു പുനഃസംഘടനയെ വിജയകരമായി എങ്ങനെ നയിക്കാം? നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്ഥാപനത്തിന്റെ ഘടന മാറ്റേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവനക്കാരെ കുറയ്ക്കേണ്ടി വരുമ്പോൾ, കാര്യങ്ങളാകെ കുഴഞ്ഞുമറിയാതെ ഒരു പ്രശ്നവുമില്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാനാകും? അതാണ് ഏതൊരു ലീഡറും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ സങ്കീർണമായി തോന്നുന്ന പ്രോസസ്സിനെ വളരെ സിമ്പിൾ ആക്കാൻ പോവാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ഗൈഡായി ഇതിനെ നമുക്ക് മാറ്റാം. ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. ഇത് വെറുമൊരു പിരിച്ചുവിടലിന്റെ കാര്യമല്ല, മറിച്ച് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കാതെ, അവിടെയുള്ള ജീവനക്കാരുടെ മനോവീര്യം തകർക്കാതെ ഇതെങ്ങനെ ഭംഗിയായി ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പൊ നമ്മുടെ പ്ലേബുക്കിലെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇംപാക്റ്റ് മാപ്പിംഗ്. അതായത് ഇതിന്റെ ആഘാതം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. കാരണം നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നിലവിലെ അവസ്ഥയെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മാറ്റം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് ലിസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ നോക്കൂ, ഉദാഹരണത്തിന് മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, IT എന്നിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തുമാത്രം ആഘാതമുണ്ടാകും, എത്ര ജീവനക്കാരെ ബാധിക്കുമെന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണം. ഇനി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഓരോ തസ്തികയും ശ്രദ്ധിക്കണം. കാരണം ഈ കാണുന്ന ഓരോ ലൈനും വെറുമൊരു ഡേറ്റ അല്ല, അത് ഓരോ വ്യക്തിയുടെ കരിയറാണ്. ആരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും, ആർക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടും എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം. 47, ഈ ഒരൊറ്റ സംഖ്യ ഇതിലെല്ലാമുണ്ട്. ഇത് വെറുമൊരു കണക്കല്ല, 47 ജീവിതങ്ങളെയാണ് ഈ തീരുമാനം നേരിട്ട് ബാധിക്കുന്നത്. ഈ നിമിഷത്തിലാണ് നമ്മുടെ പ്ലാനിംഗ് മാറി നമ്മൾ മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടത്. ഓക്കേ, ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്. കിട്ടുപാടുകൾ അഴിക്കുക. എന്താണിത്? ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകളല്ലല്ലോ. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാ കിടക്കുന്നത്. അപ്പോ ഒരിടത്ത് മാറ്റം വരുത്തുമ്പോ അത് മറ്റൊരിടത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമ്മൾ അറിയണം. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രോസ് ഫങ്ഷണൽ ഡിപെൻഡൻസികൾ. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് നടക്കണമെങ്കിൽ അവർക്ക് മറ്റൊന്നിന്റെ സഹായം വേണം, അത്രയുള്ളൂ. പക്ഷേ ഈ ബന്ധങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ താളം തെറ്റും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫിനാൻസിന് റിപ്പോർട്ട് ഉണ്ടാക്കാൻ IT വേണം, സെയിൽസിന് ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഓപ്പറേഷൻസ് ടീം വേണം, HR ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ എല്ലാവരുമായും ബന്ധമുണ്ട്. ഇതിലെവിടെയെങ്കിലും ഒരു കണ്ണി പോയാൽ മൊത്തം ചെയിൻ ബ്രേക്ക് ആകും. ശരിക്കും ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഡേറ്റ അനലിസ്റ്റ് ഇല്ലാതായാൽ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ലോഞ്ച് വരെ പ്രതിസന്ധിയിലാകാം. കണ്ടില്ലേ, ഒരു ചെറിയ തീരുമാനം പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന്. അപ്പോ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്തു ചെയ്യും? അതിനാണ് ഒരു കണ്ടിൻജൻസി പ്ലാൻ, അതായത് ഒരു പ്ലാൻ ബി. പ്രധാനപ്പെട്ട ജോലികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക. ഇത് നമുക്കൊരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. ശരി, പ്ലാനിംഗ് ഒക്കെ പേപ്പറിൽ റെഡി. ഇനി ഇത് നടപ്പിലാക്കണം. ഇവിടെയാണ് ശരിക്കുള്ള ലീഡർഷിപ്പ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആളുകളോടാണ്, പേപ്പറിനോടല്ല. ഇവിടെ കമ്മ്യൂണിക്കേഷനാണ് കിൻ. എല്ലാവരോടും ഒരേപോലെ സംസാരിക്കാൻ പറ്റില്ല. ജോലി പോകുന്നവരോട് വൺ-ഓൺ-വണ്ണായി നേരിട്ട് സംസാരിക്കണം. മാനേജ്മെന്റിന് കാര്യകാരണങ്ങൾ വ്യക്തമായി വിശദീകരിക്കണം. നമ്മുടെ പാർട്ട്ണർമാർക്കും വെണ്ടർമാർക്കും ബിസിനസ് പഴയപോലെ നടക്കുമെന്ന് ഉറപ്പുകൊടുക്കണം. നല്ല കമ്മ്യൂണിക്കേഷനും മോശം കമ്മ്യൂണിക്കേഷനും തമ്മില് ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ സുതാര്യമായി പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. അല്ലെങ്കിൽ പിന്നെ റൂമറുകളും പേടിയുമായിരിക്കും ബാക്കി. അത് കമ്പനിക്ക് വലിയ ദോഷം ചെയ്യും. ഈ മാറ്റങ്ങളുടെ സമയത്ത് ആരെയും നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അത് കമ്പനിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. അവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ സഹായിക്കുക, വേണ്ട ട്രെയിനിങ് കൊടുക്കുക, മാനസികമായി ഒരു സപ്പോർട്ട് നൽകുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, പുനഃസംഘടന കഴിഞ്ഞു, എല്ലാം സെറ്റായിന്ന് വിചാരിക്കരുത്. ഇനി നമ്മളിതിനെ അളക്കണം. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നോ? കമ്പനി ഇപ്പോ സ്റ്റേബിൾ ആണോ? അതെങ്ങനെ അറിയാം? അതിനാണ് നമ്മൾ KPIകൾ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുന്നത്. മാറ്റത്തിനു മുൻപും ശേഷവുമുള്ള പ്രൊഡക്ടിവിറ്റി, ജീവനക്കാരുടെ മനോവീര്യം, പിന്നെ നമുക്ക് എത്ര പണം ലാഭിക്കാൻ പറ്റി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും.
ഇവിടെ കണ്ടോ, ജീവനക്കാരുടെ മനോവീര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെട്രിക്കാണ്. കാരണം വിജയമെന്നത് ലാഭക്കണക്കിൽ മാത്രമല്ലല്ലോ, കൂടെയുള്ളവർ സന്തോഷമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നതും കൂടി നമ്മൾ നോക്കണം, അല്ലേ? അപ്പോ നമ്മൾ അവസാനം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തൊക്കെയാണ് വെട്ടിക്കുറച്ചതെന്നല്ല, മറിച്ച് എങ്ങനെയാണ് നമ്മളിനി പുതിയൊന്ന് കെട്ടിപ്പടുക്കാൻ പോകുന്നതെന്നാണ്. കമ്പനിയുടെ തുടർച്ചയും ഒപ്പം ജീവനക്കാരുടെ മനോവീര്യവും എങ്ങനെ നിങ്ങൾ ഒരുമിച്ചു കൊണ്ടുപോകും? അതാണ് യഥാർത്ഥ വെല്ലുവിളി.